ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അധിക പേരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. വെർമസെല്ലി ബൈറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നേരിയ സേമിയല്ലേ, അതാണ് വേണ്ടത്. ഈ ഒരു സേമിയ തന്നെ എടുക്കണം. മറ്റേ തടിച്ച് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന സേമിയ വെച്ച് ഉണ്ടാക്കാൻ പാടില്ല. അതൊരു 100 ഗ്രാം എടുത്ത് കൈവച്ച് ഇങ്ങനെ വന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത് കേട്ടോ. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയ തന്നെയാണ്, എന്നാലും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റോളം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ കളർ ഒന്നുകൂടി നല്ലതുപോലെ ഡാർക്കാവുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. തീ കൂട്ടി വെച്ച് ഒരിക്കലും റോസ്റ്റ് ചെയ്ത് വേഗം തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം സേമിയയിലേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കറക്റ്റാണ്. ഇതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് 10 മിനിറ്റോളം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. സേമിയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഇട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. ഇതൊരു അറബിക് സ്വീറ്റ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.